ാവാം പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. മനസ്സിലായില്ല? അപ്പൊ എനിക്ക് അതുപോലെ ആവും ഇതുപോലെ ആവുമെന്ന് എൻ്റെ അടുത്ത് ദേവി ആരും പറയരുത്. പ്ലീസ് ഡോണ്ട് കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ദിയ കൃഷ്ണ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയില് എന്താ എളിമ, എന്താ സ്നേഹം, എന്താ പാവം, അഹങ്കാരം ഒട്ടുമില്ല. പഴയ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഇതുപോലെ ഒരു ഫാമിലിയും കുടുംബവും ആൾക്കാരും വരെ കാണത്തില്ല എന്ന് നമുക്ക് തോന്നും. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറെ കോൺട്രവേഴ്സീസ് വരുന്നതനുസരിച്ച് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സ്നേഹമൊക്കെ കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അതിനിയും മനസ്സിലാവാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് അവര് പറയുന്നതൊക്കെ വിശ്വസിച്ച് വേറെ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. പുറത്തിറങ്ങിച്ചൊന്നും കല്ലെറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങൾ അവരുടെ വീട്ടിന്റെ വെളിയിൽ നമ്മളെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. നമ്മളായിട്ട് പോയി നിന്ന് കല്ലെറിഞ്ഞിട്ടുണ്ടെന്ന് അവിടെ പൊട്ടനാവുന്ന നമ്മൾ അവരുടെ സത്യമായി ബിഗ്ഗസ്റ്റ് ഫാനാ. ബിക്കോസ് ഇഷ്ടമില്ലാത്ത ആളുടെ വീട്ടിൽ വെളിയിൽ നമ്മൾ എന്തിനു പോയി നിന്ന് കല്ലെറിയണം? നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ മരിച്ചതുപോലെ നമ്മളങ്ങ് പെരുമാറുക. ഇപ്പം വീട്ടിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങള് ക്യാമറയും പിടിച്ചുകൊണ്ട് പോയി അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് ഈ ആൾക്കാരും ആലോചിക്കണം. കാരണം നിങ്ങളാണ് ആൾക്കാർക്ക് കല്ലെറിയാനുള്ള ആയുധം നിങ്ങളുടെ വീഡിയോസ് വഴി പൊതുജനങ്ങളുടെ മുന്നിലോട്ട് ഇട്ടു കൊടുക്കുന്നത്. അല്ലാണ്ട് ആരും വീട്ടിലോട്ട് കയറി ക്യാമറ ഇട്ട് നിങ്ങളെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് മൊത്തം കണ്ടിട്ട് നിങ്ങളെ വന്ന് കല്ലെറിയുന്നില്ല. നിങ്ങൾ ഇട്ട് കൊടുക്കുന്നു, അവർക്ക് അത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവര് റിയാക്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ തെറ്റ്. നിങ്ങളത് ആലോചിക്കണം. നിങ്ങൾ ഒന്നും ആലോചിക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും റീച്ച് കിട്ടിയാൽ മതി എന്ന രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലല്ല ചിലപ്പോൾ പെട്രോൾ പമ്പ് വരെ കിട്ടിയെന്നിരിക്കും. അവരവർക്ക് അവരവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പൊ ഏതൊരു ഇൻഫ്ലുവൻസറോ ഏതൊരു വ്ളോഗറോ ആരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതൊരാൾക്ക് ഫേക്ക് ചെയ്യാം, ഫേക്ക് ചെയ്യാതിരിക്കാം. റിയൽ അല്ല റിയാലിറ്റി. അത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തോടെ ഫേക്ക് ആണെന്നുള്ളത് പല സമയത്തും പല നിങ്ങളുടെ വീഡിയോസ് തന്നെ വെച്ചിട്ട് തുറന്ന് കാട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും നിങ്ങളുടെ വാലയെ തൂങ്ങി നടക്കുന്ന വേറെ കുറെ ആൾക്കാര്. മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ലോകത്തെ ഏറ്റവും നല്ലൊരാളായിട്ട് എനിക്ക് പോർട്രേ ചെയ്ത് എനിക്ക് വീഡിയോ ഇട്ട് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൈയടിച്ച് പാസ്സാക്കുന്ന ഒരാളായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാം. മനസ്സിലായില്ലേ? ബിക്കോസ് അത്രേ ഉള്ളൂ. അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായാജാലം പിടിച്ചൊരു ലോകം. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഈ കാണുന്ന എല്ലാ വ്ളോഗേഴ്സും എന്താ പറയാ യൂട്യൂബേഴ്സും നിങ്ങളിപ്പോ അവരെ കണ്ടിട്ട് നമ്മളെ ഇപ്പൊ വന്നിട്ട് നിങ്ങൾ അവരെ പോലെ ആവും ഇവരെ പോലെ ആവും ദയവ് ചെയ്ത് പ്രിൻസിപ്പൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ വീഡിയോ ഇടുന്നവർ റിയൽ ലൈഫിൽ ആരാണ് എന്താ സ്നേഹം. ആൾക്കാരെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന ശ്രമമേ ദയവ് ചെയ്ത് നിങ്ങൾ ആ ശ്രമം കാണാതിരിക്കരുത്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പൊ വന്ന് ഉപദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവര് പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി പെരുമാറണം. കേട്ടല്ലോ? ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തും വ്യൂവേഴ്സിന്റെ അടുത്തുമാണ് പറയുന്നത്. പക്ഷെ അവരെ വെച്ച് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എനിക്ക് റിയൽ ലൈഫിൽ വേറെ ബിഹേവിയറും ക്യാമറയുടെ മുമ്പിൽ വന്ന് വേറെ പോലെ ബിഹേവ് ചെയ്യുന്ന ചിലവരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. മനസ്സിലായില്ല? അപ്പൊ എനിക്ക് ഈ അശ്വിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൽ ഒരു കമ്പയറിങ് നടന്നേക്കുന്നത് ഒന്ന് പേർലി മണിയുടെ ഫാമിലി ആയിട്ട്, രണ്ട് തനി മലയാളി എന്ന് പറയുന്നവരായിട്ട്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. അതുപോലെ ആവും ഇതുപോലെ ആവും എന്നത് ദേവി ആരും പറയരുത്. പ്ലീസ് ഡോണ്ട് കമ്പയർ മീ വിത്ത് എനിബഡി. ഐ ഹാവ് മൈ ഓൺ എനർജി. ഐ പേഴ്സണലി നോ മൈ സെൽഫ്. സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ പണ്ടും ഇന്നും ഇനി എന്നും സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്നും ഐ വോണ്ട് ദിസ് എനർജി ടു ബി വിത്ത് മീ. അതേപോലെ തന്നെ ഇപ്പൊ ആഹാനെ ആയിക്കോട്ടെ, ഇഷാനെ ആയിക്കോട്ടെ, ഹൻസിക ആയിക്കോട്ടെ, ഇവരെയൊക്കെ പേഴ്സണലി അറിയാമെന്നുള്ളവർക്ക് അറിയാം. ദേ ആർ ഓൾ ഗുഡ് ഹ്യൂമൻ ബീയിങ്. മനസ്സിലായി. ഭയങ്കര ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഫാമിലി മൊത്തത്തിൽ ഏറെ കയറിയതുകൊണ്ട് പിന്നെ ആർക്കും മനസ്സിലാകാതിരുത്തൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായ ഗുഡ് സൈഡ് ഉണ്ട്, ബാഡ് സൈഡ് ഉണ്ട്. അതേപോലെ ഈ കമന്റ് ഇടുന്ന എല്ലാവർക്കും ഗുഡ് സൈഡ് ബാഡ് സൈഡ് ഉണ്ട്. ഈ കമന്റ് ചെയ്ത് നമ്മൾ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ സ്വയം നമ്മൾ പോയിന്റ് ചെയ്യുക. ആം ഐ എ ഗുഡ് പേഴ്സൺ? ആം ഐ പെർഫെക്റ്റ്? ഞാൻ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ വന്ന് കമന്റ് ഇടും. നിങ്ങളോട് അവരോട് പോയിട്ട് നിങ്ങൾ എന്റെ ഇതിൽ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾ നല്ല ആൾക്കാരാണോ, നിങ്ങൾ നല്ല രീതിയിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഒരു വീഡിയോ പോസ്റ്റോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ടുണ്ടോ, സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിട്ടാണേലും പോസിറ്റീവ് ആയിട്ടാണേലും കമന്റ് വരും. അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യരുത്, പോസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി എനിക്ക് അപ്പുറത്ത് ഒരാൾ തെറി പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ നമ്മളൊരു റോങ് കമന്റ് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുക, ഒന്ന് ആലോചിക്കുക. Am I being kind enough? Is this comment necessary? Am I gaining anything good out of it? ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ലോകകാര്യം തെറി വിളിക്കാനോ കുറ്റം പറയാനോ തോന്നിട്ടില്ല. മനസ്സിലായില്ലേ? If you don't like me, just don't watch my vlog. That's it. അതാണ് എന്തിനാണ് ഇവരുടെ വീഡിയോ കുത്തിയത് നിങ്ങൾ കാണുന്നത്? അതാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. ഇത്രയും ഫേക്ക് ആയിട്ട്, ഇത്രയും ഉടായിപ്പായിട്ട് ആൾക്കാരെ നൈസായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി, അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ ഒരു ഫാമിലിയുടെ വീഡിയോസ് പിന്നെയും പിന്നെയും നിങ്ങൾ എന്തിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. ലൈക്ക് എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരായാലും എന്താ പറയാ, എന്റെ നല്ലത്, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ ബ്ലോഗിലൂടെ ആയാലും ചിലപ്പോ അറിയാതെ പോലും എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടാവാം. എന്റെ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് റിയാക്ഷൻ വീഡിയോ ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കുന്നവരാണ് എനിക്ക് ആക്ച്വലി അറിയേണ്ടത്. അതെന്താ ആരും ചെയ്യാത്തതെന്നാണ് അറിയാത്തത്. ഇല്ല, നിങ്ങളുടെ കടയിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് നിങ്ങളെ പറ്റിച്ച് പൈസ കൊണ്ടുപോയ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തത്. നിങ്ങൾ അതൊന്നും കണ്ടില്ലായിരുന്നോ? അല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല? അപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അതേ ഉള്ളൊരു വഴി. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എന്നെ പറ്റുന്നല്ല, നിങ്ങൾ മോശം പറയുന്ന എല്ലാവരെയും പറ്റി ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നല്ലത് കണ്ടിരിക്കാൻ പറ്റും അവരുടെ ലൈഫിൽ. എന്നാൽ അവരെ പറ്റി പോസിറ്റീവ് റിയാക്റ്റീവ് വീഡിയോ ഇടുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോ കണ്ടു തുടങ്ങിയാലോ? ദാറ്റ് വുഡ് ബി നൈസ് ടു, റൈറ്റ്? Why be so rude? Why be so cruel? നമ്മുടെ ലോകം ഇപ്പൊ അങ്ങനെയായി മാറിയിരിക്കുക. സോ ലെറ്റ്സ് ഓൾ ബി മോർ കൈൻഡ് ആൻഡ് ലവിംഗ് ടുവേർഡ്സ് ഈച്ച് അതർ. ആരായാലും എന്തായാലും, ആണായാലും പെണ്ണായാലും വയസ്സായ ആളായാലും നമ്മൾ അവര് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി വല്ലതും അറിയാവോ? ഇല്ല. എന്നുണ്ടെങ്കിൽ കമന്റ് എനിക്ക് മനസ്സിലായില്ലേ? നല്ലത് കമന്റ് ചെയ്യുന്നില്ല. ആദ്യം ഒന്നിന്റെ അടിക്കുന്നത് നല്ലത്. നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ആർക്കും നല്ലത് കൊടുക്കണ്ട. പക്ഷെ ഫ്രീ ആയിട്ട് മോശം കൊടുക്കാൻ വേണ്ടി നല്ലതും കൊടുക്കാമല്ലോ. അത്ര ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? സോ യാ, ലെറ്റ്സ് ഓൾ എൻഡ് ദിസ് വീഡിയോ ഇൻ എ വെരി പോസിറ്റീവ് നോട്ട്. എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും ഐ ലവ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ഇടുന്നതിന് മുമ്പേ നിങ്ങൾ എങ്ങനെയാണ് ഇത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരില്ല. നിങ്ങൾ വീഡിയോ ഇടുന്നതും പൈസ ഉണ്ടാക്കാൻ തന്നെയല്ലേ? നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഫാമിലി ബ്ലോഗായിട്ട് യൂട്യൂബിലോട്ട് ഇടുന്നതും സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും ഈ പറയുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അല്ലാണ്ട് കാരുണ്യ പ്രവർത്തനത്തിനൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, പറയാൻ പറ്റത്തില്ലേ, ചിലപ്പോ ഇവര് ഫാമിലി ബ്ലോഗ് ഒക്കെ എടുത്തിടുന്നത് മോണിറ്റൈസേഷൻ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തനം കാണിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും. പറയാൻ പറ്റത്തില്ല, ആൾക്കാരല്ലേ. അല്ല പിന്നെ ഇറങ്ങിക്കുക. ശരി, എന്നാ ടാറ്റ. ഇത്രയും എളിമയും സ്നേഹം ഇത്രയും നാളും കാണാത്ത ആൾക്കാരെ ദയവ് ചെയ്തൊന്ന് കാണുക. സ്നേഹമേ, എളിമ. ഓക്കെ, ശരി എന്നാ.